കുരുമുളക് ഇട്ട് വെച്ച അസല് കോഴിക്കറി, അതായത് നമ്മുടെ സ്വന്തം പെപ്പർ ചിക്കൻ. ഒന്ന് രണ്ട് രീതിയിൽ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം. അതിൽ ഏറ്റവും എളുപ്പമുള്ളതും പെട്ടെന്ന് തയ്യാറാവുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പറയുന്നത്. 2 സ്പൂൺ കുരുമുളക്, 2 സ്പൂൺ മുഴുവൻ മല്ലി, 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 2-3 വറ്റൽമുളക്. ഇതങ്ങ് നല്ല പോലെ ചൂടാക്കിയ ശേഷം പൊടിച്ചങ്ങ് എടുക്കണം. ഒരു 1.5 കിലോ കോഴിക്കുള്ള മസാല അളവാണ് പറഞ്ഞത്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചേർത്ത് നല്ലോണം ചൂടായി വന്നാൽ പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർക്കുക. ഇനി ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞാക്കി നുറുക്കിയ സവോളയോ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയോ ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം. അതിങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ കുഞ്ഞാക്കിയ നുറുക്കിയ തക്കാളി കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നേരത്തെ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കോഴി കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ പൊടിച്ചെടുത്ത ആ പൊടിയില്ലേ, അതങ്ങ് നല്ലോണം തൂവി കൊടുക്കണം. കൂടെ 1 സ്പൂൺ നല്ല ഗരം മസാലയും തൂവി കൊടുക്കണം. ഇനി ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ നല്ലോണം വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും. ഇറച്ചി കഷ്ണം വെന്തിട്ടുണ്ടെങ്കിൽ തുറന്നു വെച്ച് ആ വെള്ളം കുറച്ചങ്ങ് വറ്റിച്ചെടുക്കാം. കറി ഇറക്കാൻ നേരത്ത് കുറച്ചധികം കറിവേപ്പിലയും ഇത്തിരി ചതച്ചെടുത്ത കുരുമുളകും കൂടെ ചേർത്ത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അധികം ചാറില്ലാതെ ഇത്തിരി കുഴമ്പനായിട്ടിരിക്കുന്ന കോഴിക്കറിയോടാണ് എനിക്ക് പ്രിയം. നിങ്ങൾക്കെങ്ങനെയാ? പിന്നെ ആ കോഴി കഷ്ണങ്ങളെക്കാൾ കൂടുതൽ ആ കറിയുടെ ആ ഗ്രേവിക്കാട്ടോ നല്ല രുചി. ഇനി പതിവ് പോലെ നല്ല കുത്തിരിച്ചോറ് വിളമ്പി, ഇത്തിരി കറി വിളമ്പി, ഒരു പപ്പടവും കൂട്ടി കുഴച്ച് ഒന്നുണ്ട് നോക്കൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് വന്ന് പറയണം.